അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലെക്ചറയുടെ പ്രസന്റേഷൻ നമ്മൾ കുറച്ച് നാളായി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രതികരണം മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കോയിൻ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഏകദേശം ഒരു മാസം കൊണ്ട് $10 എത്തുക എന്ന് പറയുന്നത് ഒരു അത്ഭുതാവഹമായ നേട്ടമാണ്. അപ്പൊ എന്തായാലും ലെക്ചറ ഫാമിലി മെമ്പേഴ്സിന് അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ ഇന്നത്തെ പ്രസന്റേഷനിലേക്ക് നമുക്ക് പോകും മുമ്പ് എന്താണ് ലെക്ചറ എന്ന് പറയുമ്പോൾ, ലെക്ചറ എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചറ ടോക്കൺ എന്ന് പറയുന്നത് ബിനാൻസ് BEP20 സ്മാർട്ട് ചെയിൻ അല്ലാതെ ബിനാൻസ് സ്മാർട്ട് ചെയിനിൽ ചെയ്തിട്ടുള്ള ഒരു ടോക്കൺ ആണ്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കോയിനുകൾ ഉണ്ട്, ടോക്കൺ ഉണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ബ്ലോക്ക് ചെയിൻ സ്വന്തമായുള്ളതിനെ നമ്മൾ കോയിൻ എന്ന് വിളിക്കും. അതുപോലെ ജെറ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് അതിന് ടോക്കൺ എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ പക്ഷെ ഇവിടെ നമ്മുടെ ലെക്ചറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കൺ ആണ്. അപ്പോൾ അത് ഡീസെൻട്രലൈസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ്, ഒരുപാട് സാധ്യതകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പൊ നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ സെൻട്രലൈസ്ഡ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് അവർക്ക് കോയിന്റെ എണ്ണം കൂട്ടാം, ഫ്യൂച്ചറിൽ അതിന്റെ സപ്ലൈയിൽ മാറ്റങ്ങൾ വരുത്താം, അഡ്മിൻ പ്രിവിലേജസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് പലതരത്തിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ അതിനകത്ത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം, വൈറ്റ് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ജെറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള അഡ്മിൻ പ്രിവിലേജസും ഇതിന്റെ ഡെവലപ്പേഴ്സിന് ഉണ്ടായിരിക്കില്ല. അപ്പൊ അഡ്മിൻ പ്രിവിലേജസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഇതിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ന് പറയുന്ന AVE.ai സോ AVE.ai എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ അതോറിറ്റി. ജെറ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത് അവരാണ്. അപ്പൊ ആ ഓഡിറ്റിംഗ് റിപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാനായി സാധിക്കും. ഡസൻ ലുക്ക് ലൈക്ക് എ ഹണി പോട്ട്. അപ്പോൾ അതായത് ഒരു ഹണി പോട്ടായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കോൺട്രാക്ട് ഓപ്പൺ സോഴ്സ് ആണ്, അതായത് ആർക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാവുന്ന വിധത്തിൽ ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഓണർ കനോട്ട് ടാമ്പർ വിത്ത് ബാലൻസ്, അതിന്റെ ബാലൻസിൽ ചേഞ്ചസ് വരുത്താനായിട്ടൊന്നും സാധിക്കുകയില്ല. ഡസ് നോട്ട് ലുക്ക് ലൈക്ക് എ പ്രോക്സി കോൺട്രാക്ട്, ഒരു പ്രോക്സി കോൺട്രാക്ട് അല്ല. അതുപോലെ സ്ലിപ്പേജ് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, വൈറ്റ് ലിസ്റ്റ് ബ്ലാക്ക് ലിസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അഡ്മിൻ പ്രിവിലേജസ് അബാൻഡൻ ചെയ്തിരിക്കുന്നു, അതായത് ഉപേക്ഷിച്ചിരിക്കുന്നു. കനോട്ട് മിന്റ്, അതായത് അഡ്മിൻ പ്രിവിലേജസ് അബാൻഡൻ ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ഉടമസ്ഥത അവകാശം, അതായത് ഇതിന്റെ ഓണർഷിപ്പ് നാളെ ഇവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുപോലെ അഡ്മിൻ പ്രിവിലേജസ് അബാൻഡൻഡ് ആണ്, അതായത് റിനൗൺസ്ഡ് എന്ന് പറയും. സോ റിനൗൺസ്ഡ് ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെക്ചറയുടെ ഓണർഷിപ്പ്, അതിന്റെ ഉടമസ്ഥത അവകാശം അവര് ഉപേക്ഷിച്ചു. അപ്പൊ നാളെ ഒരിക്കലും ഇവർക്ക് ഇതിന്റെ അഡ്മിൻ പ്രിവിലേജസ് തിരിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങളുടേതാണ് ഈ ഒരു കറൻസി എന്ന് പറഞ്ഞ് അവർക്ക് മാർക്കറ്റിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജെറ ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം, വേൾഡ് വൈഡ് ആയിട്ട് ജെറ പോപ്പുലർ ആവാനുള്ള കാരണം. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കോയിനുകൾ നമ്മൾ ലോക്കൽ കോയിനുകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളതാവാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാവാം, അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ളതാവാം. അപ്പൊ ഇതൊക്കെ ഒരു കുറച്ചു കാലം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നല്ലാണ്ട് ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാവാറില്ല. അപ്പൊ ഇവിടെ നമുക്ക് ലെക്ചറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഒരു ടോക്കൺ ആണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ നമ്മുടെ സൂമുകളിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഹോൾഡേഴ്സ് എത്രയാണെന്നും അതിന്റെ ടോട്ടൽ സപ്ലൈ എത്രയാണെന്നും അതിന്റെ ലിക്വിഡിറ്റി ലോക്ക്ഡ് ആണോ അൺലോക്ക്ഡ് ആണോ അതോ ഓപ്പൺ ആണോ, അത് നാളെ അവർക്ക് എടുത്തിട്ട് പോകാൻ പറ്റുമോ, അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പൊ അതിനായിട്ട് ഒരു ചില കാര്യങ്ങൾ മാത്രം ഞാൻ അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ
AVE.ai എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ LP3 എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ അതിന്റെ ലിക്വിഡിറ്റി 100% ലോക്ക്ഡ് ആണ്, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ. അതും എവിടെയാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? പിങ്ക് സെയിൽ എന്നുള്ള ലോക്കറിലാണ്. അപ്പോൾ ഈ പിങ്ക് സെയിൽ എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെഫി ലോക്കറാണ്. അതായത് നമുക്കറിയാം ലോക്കർ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ നമുക്ക് ഗോൾഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമ്മൾ അതായത് വാല്യൂ കൂടുതലുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോക്കറിൽ വെക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നമുക്കിവിടെ നിങ്ങളുടെ ബിറ്റ് കോയിനോ എത്തേറിയമോ BNBയോ നമ്മുടെ വാലറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ അത് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ പിങ്ക് സെയിൽ എന്ന് പറയുന്ന ലോക്കറിൽ വെക്കാം. അപ്പോൾ ഇവിടെ ഇതിന്റെ ഡെവലപ്പേഴ്സ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ടോട്ടൽ സപ്ലൈ എന്ത് ചെയ്തു, അവര് പിങ്ക് സെയിലിൽ വെച്ച് ലോക്ക് ചെയ്തു. 100%ഉം പിങ്ക് സെയിലിൽ ലോക്ക്ഡ് ആണ്. അതായത് ഈ ഒരു ഡെവലപ്പറുടെ കയ്യിൽ സെറ ടോക്കൺ ഇല്ല. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജും. അപ്പൊ നാളെ അവരുടെ കയ്യിലാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, മാർക്കറ്റിൽ പമ്പ് ചെയ്യാനും ഡംപ് ചെയ്യാനും മാർക്കറ്റിന്റെ കറൻസി റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഇങ്ങനെയുള്ള പല സംഭവങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാനുവൽ ഇന്റർവെൻഷൻ നടക്കും. അപ്പൊ ഇവിടെ ഒരിക്കലും ആ ഒരു മാനുവൽ ഇന്റർവെൻഷൻ നടക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മുടെ ടോക്കൺ 100%ഉം പിങ്ക് സെയിലിൽ ലോക്ക്ഡ് ആണ്. അത് എപ്പോ വരെ ലോക്ക്ഡ് ആണ്? 2028 വരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3 വർഷത്തേക്ക് ഇത് ലോക്ക്ഡ് ആണ്. അപ്പൊ കാരണം അതിനുശേഷം പിന്നെ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ ലോക്കിന്റെ ആവശ്യമില്ല. കാരണം എക്സ്ചേഞ്ചുകളിൽ നിന്നാണ് നിങ്ങൾക്ക് അതിനെ ബൈ ചെയ്യാനും സെല് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ കറണ്ട് ഹോൾഡേഴ്സ്, ഇപ്പൊ നിലവിൽ എത്ര ഹോൾഡേഴ്സ് ആണ് നമുക്കുള്ളത്, ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെ ഹോൾഡേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാ ഇപ്പോ നിലവിൽ എത്രയാണ്? 2975 ഹോൾഡേഴ്സ് ആണ് നിലവിലുള്ളത്. അപ്പൊ അതിൽ 2975 ഹോൾഡേഴ്സിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ബാലൻസ് ഇരിക്കുന്നത് 89.1%. അതെവിടെയാണുള്ളത്? ഈ ഒരു വാലറ്റിലാണ്. അപ്പൊ ആ വാലറ്റ് ആരുടെയാണെന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ ഇവിടെ റൈറ്റ് സൈഡിൽ അതിന്റെ വാലറ്റ് ഡീറ്റെയിൽ കാണാം. അപ്പോൾ ആ വാലറ്റ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് സെയിൽ ലോക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞ സംഭവം കറക്റ്റ് ആണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ടോട്ടൽ സപ്ലൈയില് 89% ഇരിക്കുന്നത് പിങ്ക് സെയിലാണെന്ന് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ രണ്ടാമത്തെ വാലറ്റ് ലാണ് 10% ടോക്കൺ ഇരിക്കുന്നത്. അപ്പൊ അത് ആരുടെ വാലറ്റ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാലറ്റ് ഡീറ്റെയിൽ കിട്ടും. അപ്പൊ വാലറ്റ് ഡീറ്റെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ഡെഡ് വാലറ്റ് ആണെന്ന് കാണാൻ സാധിക്കും. ഡെഡ് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണിംഗ് വാലറ്റ്. അതായത് നമ്മളുടെ ടോട്ടൽ സപ്ലൈയുടെ 10 മില്യൺ കോയിൻ, അതായത് 31 മില്യൺ കോയിൻ ആണ് ടോട്ടൽ സപ്ലൈ ഉള്ളൂ. അപ്പൊ അതിൽ അതായത് 3,10,00,000 കോയിൻ, അതിന്റെ 10 മില്യൺ കോയിൻ, അതായത് 1 കോടി കോയിൻ എന്ത് ചെയ്യും, ബേണിംഗ് വാലറ്റിലേക്കാണ് പോവുക. അപ്പൊ അങ്ങനെ ബേണിംഗ് വാലറ്റിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ സപ്ലൈ, പിന്നെ സർക്കുലേഷൻ സപ്ലൈ എത്ര ഉണ്ടാവുള്ളൂ? 2,10,00,000 കോയിൻ മാത്രമേ സർക്കുലേഷൻ സപ്ലൈയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 2,10,00,000 കോയിൻ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ 89% പിങ്ക് സെയിലുണ്ട്, 10% ബേണിംഗ് വാലറ്റിലുണ്ട്, ബാലൻസ് 1% മാത്രം, അതായത് 89+10 99% ആയി അല്ലെ. പിന്നെ ബാലൻസ് 1% ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 0.2% ആണ് ആരുടെ കയ്യിലിരിക്കുന്നത്? മൂന്നാമത്തെ വാലറ്റിലിരിക്കുന്നത്. ഈ മൂന്നാമത്തെ വാലറ്റ് ആരുടേതാണെന്ന് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ ഡെവലപ്പേഴ്സിന്റെ വാലറ്റ് ആണെന്ന് കാണാൻ സാധിക്കും. ഇത് 5BAC6 എന്നുള്ളത് ഡെവലപ്പറുടെ വാലറ്റ് ആണ്. അപ്പോൾ ഈ വാലറ്റിലാണ് ബാലൻസ് എമൗണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിപ്പോ 1% അല്ല, ആകെ 0.2% മാത്രം, അതായത് ടോട്ടൽ സപ്ലൈയുടെ 0.2% മാത്രമാണ് ഡെവലപ്പറുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ ഇതും പോലും അവർക്ക് കിട്ടുന്നത് എയർ ഡ്രോപ്പ് ആയിട്ട്, അതും 620 തവണകളായിട്ടാണ് ഈ ഒരു ഡെവലപ്പേഴ്സിന് ഈ ഒരു സപ്ലൈ, അതായത് 0.2% അവർക്ക് കിട്ടുക. അത് ആഴ്ചയിൽ 0.16%, 0.16%, അതായത് ഈ ടോട്ടൽ സപ്ലൈ അവർ പിങ്ക് സെയിൽ, അതായത് അവർ ലോക്ക് ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതിന്റെ 0.16% വെച്ച്, അതായത് ഏകദേശം 4,000 സെറ, അതാണ്
ഈ ഡെവലപ്പർക്ക് ആഴ്ചയിൽ കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു 620 ആഴ്ചകൾ, അതായത് ഏകദേശം 12 വർഷം കൊണ്ടാണ് ഈ ഒരു 0.2% ഈ ഡെവലപ്പറുടെ കയ്യിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അവർക്ക് എങ്ങനെയാണോ എയർ ഡ്രോപ്പ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമുക്കും എയർ ഡ്രോപ്പിലൂടെയാണ് ഇവിടെ വരുമാനം അല്ലെങ്കിൽ ഈ ഒരു സെറ ടോക്കൺ നമ്മളുടെ കൈകളിലേക്ക് എത്തുക. സോ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഇനിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് അബ്സല്യൂട്ട്ലി ഒരു ഫ്രീ എയർ ഡ്രോപ്പ് സിസ്റ്റമാണ്. ഇവിടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാനായിട്ട് ആർക്കുമില്ല. കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം അല്ല, ഇതൊരു ROE സ്കീം അല്ല. അങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് നിങ്ങൾ ഇതിനെ ഒരിക്കലും കാണരുത്. കാരണം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇല്ല. നമ്മൾ എന്താ ചെയ്യണത്? അപ്പോൾ ഈ ഒരു ഫ്രീ എയർ ഡ്രോപ്പ്, അതായത് സെറ എന്ന ടോക്കൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു വാലറ്റ് ഉണ്ടായിരിക്കണം. അതായത് ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് നമുക്ക് ഉണ്ടായിരിക്കുക. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ BNBയും അതുപോലെ സെറ ടോക്കൺ പാൻകേക്ക് സ്വാപ്പിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ പാൻകേക്ക് സ്വാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാൻകേക്ക് സ്വാപ്പിൽ നിന്ന് എങ്ങനെ സ്വാപ്പ് ചെയ്യണമെന്നും എങ്ങനെ USDT അല്ലെങ്കിൽ BNB കൺവേർട്ട് ചെയ്ത് സെറ കോയിൻ ആക്കി സെറ ടോക്കൺ ആക്കി മാറ്റാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾക്ക് BNB ഉണ്ടാവണം, അല്ലെങ്കിൽ USDT നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടാവണം. സോ USDT ആണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മിനിമം ഇത്ര BNBയും നമ്മുടെ വാലറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ USDT ഇപ്പോൾ $1000 വർത്ത് USDT ഞാൻ എന്ത് ചെയ്യുന്നു? സ്വാപ്പ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര സെറ കിട്ടും? ഇവിടെ സ്ലിപ്പേജ് നമ്മൾ 4% സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു 4% ആണ് നമ്മുടെ സ്ലിപ്പേജ് ആയിട്ട് പോവുക. ആ സ്ലിപ്പേജ് ആണ് എന്ത് ചെയ്യുന്നത്? ബേണിങ്ങിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ബേണിങ്ങിലേക്ക് ഓരോ ബൈ സെല്ല് നടക്കുമ്പോഴും ബേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ സപ്ലൈയുടെ ക്വാണ്ടിറ്റി അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മളുടെ USDT സ്വാപ്പ് ചെയ്ത് സെറ ടോക്കൺ ആക്കി മാറ്റിയതിനു ശേഷം നേരെ നമ്മളുടെ ഫ്രണ്ട്സിന്റെ റെഫറൽ ലിങ്ക്, അതൊരു അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഫ്രീ എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇന്ന് അറിയാമെന്ന് പല കോയിനുകളും, പ്രത്യേകിച്ച് ബിറ്റ് കോയിൻ, എത്തേറിയം അല്ലെങ്കിൽ ട്രോണ്, BNB എല്ലാം നമുക്ക് മാർക്കറ്റിൽ എയർ ഡ്രോപ്പ് ആയിട്ട് അതിന്റെ തുടക്ക സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആണെങ്കിൽ പോലും അത് എയർ ഡ്രോപ്പിലൂടെയാണ് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട്, അതായത് ഓരോ 10 മിനിറ്റിലും 50 ബിറ്റ് കോയിൻ വെച്ചാണ് 2008 മുതൽ ഫ്രീ എയർ ഡ്രോപ്പ് കൊടുത്തിരുന്നത്. അപ്പൊ അതിനുള്ള മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കൊരു മൊബൈലോ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ മൈനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടെ ബിറ്റ് കോയിൻ ഫ്രീ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാനുണ്ടായിരുന്ന ക്രൈറ്റീരിയ. അതുപോലെ ഇവിടെ നമുക്ക് സെറ ടോക്കൺ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ മാർക്കറ്റിലുള്ള, അതായത് എക്സ്ചേഞ്ചിൽ പാൻകേക്ക് സ്വാപ്പിലുള്ള സെറ ടോക്കണെ നമ്മൾ പർച്ചേസ് ചെയ്യുകയും അതിനെ നമ്മളുടെ വാലറ്റ്, അതായത് നമ്മുടെ വാലറ്റ് മീൻസ് നമ്മളുടെ പിങ്ക് സെയിൽ ലോക്കർ, അപ്പൊ ഈ ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ക്രൈറ്റീരിയ. ഇപ്പൊ നിങ്ങൾക്കറിയാം പിങ്ക് സെയിലിൽ നമ്മൾ നേരത്തെ കണ്ടു. പിങ്ക് സെയിലിൽ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചില്ല അല്ലെ? ഓക്കെ, അതൊരു പ്രാവശ്യം കൂടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അത് ഞാനിത് കാണിച്ചതിന് ശേഷം അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമ്മളുടെ ടോക്കൺ പാൻകേക്ക് സ്വാപ്പിൽ പർച്ചേസ് ചെയ്ത ടോക്കണ് നമ്മൾ എന്ത് ചെയ്യുന്നു? പിങ്ക് സെയിൽ ലോക്കറിൽ ലോക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്രീ എയർ ഡ്രോപ്പ് കിട്ടുക. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്കോ നമ്മൾ ഒരിക്കലും നമ്മുടെ പേയ്മെന്റ് അയക്കുന്നില്ല. നമ്മളുടെ തന്നെ വാലറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള പിങ്ക് സെയിൽ ലോക്കറിലാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ 360 ഡേയ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടുന്നത് 360 ഡേയ്സ് സ്റ്റേക്കിങ്ങിലാണ്. കാരണം നമ്മൾ എന്തായാലും സ്റ്റേക്ക് ചെയ്യാണ്. അപ്പൊ നമ്മളത് 360 ഡേയ്സ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം, അതായത് ഒരു ദിവസം ഏകദേശം 1% മുതൽ 0.9% മുതൽ 3% വരെ നമുക്ക് ഫ്രീ എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് നമ്മൾ 360 ദിവസത്തേക്കാണ് സ്റ്റേക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. 495 സെറ ഞാൻ 360 ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ സ്റ്റേക്ക് ചെയ്തതിന് റിവാർഡായിട്ട് എനിക്കിവിടെ പാസീവ് ഇൻകം എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എനിക്ക് വരുന്ന ഫ്രീ എയർ ഡ്രോപ്പ് കാണാനായിട്ട് സാധിക്കും.
ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് സെറ ടോക്കൺ ഒരു ദിവസം 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ എയർ ഡ്രോപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും എനിക്ക് കിട്ടിയിട്ടുള്ള എയർ ഡ്രോപ്പ് ആണ് ഈ കാണുന്നത്. കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ 0.5% ഒരു പ്രാവശ്യം കിട്ടി, അടുത്ത പ്രാവശ്യം 0.45% കിട്ടി. അപ്പൊ ഇങ്ങനെ ഓരോ സമയത്തും ആ ഫ്രീ എയർ ഡ്രോപ്പ് നമുക്ക് 360 ദിവസം വരെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു നമുക്ക് കിട്ടുന്ന സെറ എയർ ഡ്രോപ്പ് നമ്മളുടെ സെറ എയർ ഡ്രോപ്പ് വാലറ്റിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ ഒരു സെറ എയർ ഡ്രോപ്പ് നമ്മൾ ഇവിടെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി വിഡ്രോ ചെയ്യാണ്ട് നമ്മളവിടെ വാലറ്റിൽ ഒരു ദിവസം 24 hours എങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 0.2% കൂടെ, അതായത് ഈ 35 സെറ ഇപ്പൊ എന്റെ എയർ ഡ്രോപ്പ് എന്റെ വാലറ്റിലുണ്ട്, എയർ ഡ്രോപ്പ് വാലറ്റിലുണ്ട്. ഈ എയർ ഡ്രോപ്പ് വാലറ്റിൽ ഉള്ളതിന് എനിക്ക് 0.2% കൂടെ ഡെയിലി ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് നമുക്ക് എങ്ങനെ എൻക്യാഷ് ചെയ്യാം? നമുക്ക് എൻക്യാഷ് ചെയ്യാനായിട്ട് 4 തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന്, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇപ്പൊ എന്റെ കയ്യിൽ 35 സെറ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അത് ടൈപ്പ് ചെയ്യാം 35. സോ 35 സെറ എനിക്ക് ഒരു ചെറിയ ചാർജസ് കഴിഞ്ഞ് ബാലൻസ് എമൗണ്ട് എന്റെ വാലറ്റിലേക്ക് എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സെറ കോയിൻ ആയിട്ട് അല്ലെങ്കിൽ സെറ ടോക്കൺ ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. ഇപ്പൊ 35 സെറ ഞാൻ വിഡ്രോവൽ കൊടുത്താൽ 32.25 സെറ എന്റെ വാലറ്റിലേക്ക് വരും. ഇനി എനിക്ക് ഇത് തന്നെ കാർഡിലേക്ക് വിഡ്രോ ചെയ്യാം. അതായത് എന്റെ മാസ്റ്റർ കാർഡ്, ഇന്റർനാഷണൽ ക്രിപ്റ്റോ കാർഡ് ആയിട്ടുള്ള വിസ മാസ്റ്റർ കാർഡിലേക്ക് എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ 35 സെറ ഞാൻ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 308.22 USDT എൻ്റെ മാസ്റ്റർ കാർഡിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇനി അല്ല, എനിക്ക് പേപ്പാൽ വഴിയായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പേപ്പാൽ ഉപയോഗിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, പേപ്പാലിലേക്ക് നിങ്ങളുടെ സെറ കോയിനെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇനി കൊറിയയിലുള്ളവർക്ക് കൊറിയൻ ബാങ്കിലേക്ക്, അവരുടെ ഡയറക്റ്റ് ലോക്കൽ ബാങ്കിലേക്ക് വിഡ്രോവൽ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഇന്ത്യയിലും അതേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്കുകളിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള ഓപ്ഷനാണ് നമുക്ക് വിഡ്രോവലിനായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വിഡ്രോ ചെയ്യുന്ന സെറ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ പാൻകേക്ക് സ്വാപ്പിൽ, ഇപ്പോൾ നിങ്ങൾ സെറ ആയിട്ടാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ പാൻകേക്ക് സ്വാപ്പിൽ പോയിട്ട് USDT ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് കറൻസികളായിട്ടോ ബിറ്റ്കോയിൻ ആയിട്ടോ എത്തേറിയം ആയിട്ടോ BNB ആയിട്ടോ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാം. ഇനി അല്ല, നിങ്ങൾക്ക് ഇന്ത്യൻ INR ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്യുക. നമ്മളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ച് നെയിമും നിങ്ങളുടെ ബാങ്ക് നെയിം, ഇപ്പൊ HDFC കോഴിക്കോട് ബ്രാഞ്ച്, അപ്പൊ അങ്ങനെ അതിന്റെ സ്വിഫ്റ്റ് കോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാങ്കിന്റെ സ്വിഫ്റ്റ് കോഡ് കിട്ടുന്നതായിരിക്കും. അപ്പൊ സ്വിഫ്റ്റ് കോഡ് എൻ്റർ ചെയ്യുക, IFSC കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 hours ആണ് നോർമൽ ടൈമിങ്. അതായത് NEFT ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് INR ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ വിഡ്രോവൽ ഓപ്ഷൻ. അതുപോലെ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളിലേക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിനൊരു അഫിലിയേറ്റ് ബോണസ്, അഫിലിയേറ്റ് ഇൻകം ഉണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അഫിലിയേറ്റ് ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിന് ആക്റ്റീവ് ഇൻകം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നവരിൽ നിന്ന് ലെവൽ ഇൻകം, 20 ലെവലുകളിൽ നിന്നുള്ള ലെവൽ ഇൻകം കിട്ടുന്നതായിരിക്കും. അതുപോലെ റാങ്ക് ബോണസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഡെപ്ത് ആണ്. നിങ്ങളുടെ ടോട്ടൽ ടീമിന് കിട്ടുന്ന ഫ്രീ എയർ ഡ്രോപ്പിന്റെ 10 മുതൽ 50% വരെ നിങ്ങൾക്ക് റാങ്ക് ബോണസ് ആയിട്ട് ടോട്ടൽ ടീമിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതാണ് റാങ്ക് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അൺലിമിറ്റഡ് ഏർണിങ്സ് എടുക്കാനുള്ള ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മുടെ റെഫറൽ ലിങ്ക് എടുക്കുന്നത്. ഇവിടെയാണ് മൈ റെഫറൽ ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ സെറ എന്നുള്ള സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.